ഇവിടെ കുറെ എണ്ണം വന്ന് ഗെയിമിംഗ് റൂം അങ്ങ് എഴുതി എടുത്തോണ്ട് പോയി. ബാലനെ ബോബിനെ കൊണ്ടുപോയി, പോലീസുകാർ കൊണ്ടുപോയി ഇന്നലെ ബാലനെ ബോബിനെ സ്റ്റേഷനിലാണ്. ടൈറ്റിൽ മാറ്റിയല്ലോ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതാക്കായിരുന്നു ടൈറ്റിലല്ലേ. ഞാൻ ഇത്രയും ലേറ്റ് ആയെന്താ അറിയോ? എന്താ ഈ സാമാനം കാരണമാണ്. എന്റെ വീട്ടിൽ നിന്ന് ഊരിക്കൊണ്ട് പോയതാ. പറഞ്ഞ വിശ്വസിക്കുവോ? ഇല്ല, ഇത് പറഞ്ഞ നീ വിശ്വസിക്കുവോ? അതാ എന്റെ ചോദ്യം. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം 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 വെൽക്കം. ഇവിടെ കുറെ എണ്ണം വന്ന് ഗെയിമിംഗ് റൂം അങ്ങ് എഴുതി എടുത്തോണ്ട് പോയി. മനസ്സിലായോ? ഓരോരോ സാധനങ്ങളായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് പുതിയ ഇറങ്ങിയ എയർപോർട്സ് ആണ്. ഇത് 5090 കൊടുത്തു അവന്. എനിക്കൊരു എയർപോർട്സ്. ആരൊക്കെയാ ഇരിക്കുന്നതെന്ന്? ഇരിക്കുന്നത് സിറ്റിയിൽ ആക്റ്റീവ് അല്ലാത്ത കെവിൻ. അതിന്റെ 59 ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ജൂഡ്. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന LX2 70 Pro എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് കൈ പിടിച്ചേക്കാണ്. പിന്നെ ആശ അപ്പിടാൻ പോയി. കക്കൂസ് ആശ ഉണ്ട് ഇവിടെ. ഇത് ആശ് ബസ്കട്ടൊക്കെ അടിച്ച് ചെറുക്കെ കുറച്ച് സ്റ്റൈലായേ. മുടി ഇത് കാണിച്ചു കൊടുത്തു, രണ്ട് സൈഡ് കാണിച്ചു കൊടുത്തു. ബസ്കട്ടൊക്കെ അടിച്ച് അതെ അതെ അതെ. ഇന്നൂടെ ഉള്ളു സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ, ഇന്നൂടെ ഉള്ളു. ഇത് കഴിഞ്ഞ് എല്ലാം കൊണ്ടുപോവാ ഇവന്മാര്. അപ്പൊ ഇനി ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ ഇതൊന്നും ഇല്ല. അപ്പൊ ഇന്നൂടെ ഉള്ളു. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഇന്നലെ ലൈവ് ഇടാൻ പോയപ്പം വലിഞ്ഞു കയറി വന്നതാണ് ഇവന്മാരൊക്കെ. ഇന്നലത്തെ ലൈവിന്റെ റെസ്പോൺസിബിലിറ്റി ഇവന്മാരായിട്ട് എടുത്തത്. ഇന്നും എന്റെ അടുത്ത് എന്നെ ഒന്ന് പ്രലോഭിപ്പിക്കാനൊക്കെ നോക്കി. ഇന്നൂടെ ലൈവ് ഇടണ്ട, ഇന്നൊരു ദിവസം നമുക്ക് സംസാരിച്ചിരിക്കാം. ബാലനെ ബോബിനെ കൊണ്ടുപോയി, പോലീസുകാർ കൊണ്ടുപോയി ഇന്നലെ ബാലനെ ബോബിനെ സ്റ്റേഷനിലാണ്. ആൾജാമ്യത്തില്. ഇതെന്താ ബഗ്ഗാണോ? ഇതുവരെ ഇത് കഴിയില്ലല്ലോ ഗൈസ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം 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 വെൽക്കം. ഒരു നിമിഷം പേടിച്ചു പോയിരുന്നോ? ഫിൽട്ടർ IGL ലൈവ് കള്ളന്ന്. എല്ലാം കള്ളന്മാരാണ് ഇവന്മാർ. ഈ കൂട്ടത്തില് റെഗുലർ സ്ട്രീമർ ഞാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും വരും അണ്ണൻ. എയർപോർട്ടൊക്കെ വാങ്ങിച്ചാൽ ഐഫോൺ 1 ഇയർ മുമ്പ് വേറൊരു ഫ്രെയിം ആയിരുന്നു അന്ന്. എടാ വിഷമിപ്പിക്കുവാണോ? കരയിപ്പിക്കുവോ? നീ കരയിപ്പിക്കുവോ? ഒരു മാറ്റമില്ല. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഗ്യാങ് വർക്കുകൾ അപ്ഡേറ്റ്. എടാ എനിക്ക് അവനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ കാര്യങ്ങൾ. സിറ്റിയില് ഗ്യാങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ആയില്ലടാ ഇതുവരെ. ഗ്യാങ് വണ്ടി പണിത് കഴിച്ച് പുതിയ ലിവർ ചെയ്താണ്. വേറെ ഫേസസ് ആയിരുന്നു, ഇപ്പൊ ന്യൂ. എടാ എന്താടാ ഇവന്മാരിപ്പോ എടുത്ത് കളയണോ? ഇപ്പൊ അതാണോ ഇവിടുത്തെ ഡിസ്കഷൻ? മാറ്റം നോക്കി മാറ്റാം. പുതിയ പയ്യൻ വരല്ലേ, പറഞ്ഞ മനസ്സിലാവും. എല്ലാം എക്സ്ട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് അതല്ല. ബുള്ളറ്റ് 2.0 കാണിക്കാൻ ഇവന് ബുള്ളറ്റിലോട്ടിരിക്കണോ? ഇവന് ബുള്ളറ്റിന്റെ കട്ടുണ്ടോ? LX-ന് ഉണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഇനി ബുള്ളറ്റിനെ പോലെയല്ല, വേറെ ആരോ പോലെ. വേറെ ഇവന് മുമ്പേ പറഞ്ഞായിരുന്നു. ചെറിയ കട്ടുണ്ടെന്ന്, ചെറുതായിട്ട് ചെറുത്. ഹാപ്പി ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്റെ ബർത്ത്ഡേ ആയിരുന്നു. കൊറേ പൊണ്ടാച്ചികൾ ഇറങ്ങിയിട്ടുണ്ട് അവന്റെ ഒക്കെ ആ ബർത്ത്ഡേ പറയാൻ വേണ്ടി റെഗുലർ ആയിട്ട്. എനിക്ക് എല്ലാ ദിവസം ബർത്ത്ഡേ ആണല്ലോ, വർഷത്തിൽ 325 ദിവസം ജനിച്ചേ. എല്ലാ അവന്മാരും തെറി. പിന്നെ നീയൊക്കെ ഡെയിലി ബർത്ത്ഡേ എന്ന് പറഞ്ഞു വരുന്നേ. പിന്നെ പിന്നെ തെറി പറയാൻ എങ്ങനെ ഇരിക്കും മനുഷ്യൻ? മിണ്ടാതെ മാനിയുടെ സ്ട്രീം ചെയ്യുമ്പോൾ ഡെയിലി ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. 6 ഇയർ ഓഫ് വരും ദിവസം കഴിഞ്ഞടാ. അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ എന്നാ കഴിഞ്ഞല്ലോ. കെവിൻ കള്ളാന്ന്. അണ്ണാ ക്യാം വലുതാക്ക്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വലുതാക്കുന്നത്? ഇനി ഫുൾ സ്ക്രീൻ ആക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ ഇടട്ടെ. ഇതാകുമ്പോ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഞങ്ങളെ. ആഹാ
ഞങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങളെ. ഇന്ന് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ഫേസ് ക്യാം ഇട്ട് ഇവിടെ നോട്ട് മാരീഡ് റെഡി ടു മിങ്കിൾ. ഓക്കെ, ഈ കൂടുതൽ നല്ല പ്രായമുണ്ട്, ആരും അങ്ങോട്ട് അടുപ്പിക്കണ്ട. 24 വയസ്സുള്ള എനിക്ക്. തമിഴ് ബിഗ് ബോസ് കാണണ്ടേ? പക്ഷെ ഞാൻ കാണുന്നില്ല ബിഗ് ബോസ് ഒക്കെ. തമിഴ് ബിഗ് ബോസിൽ ആരൊക്കെയോ വന്നെന്നൊക്കെ അറിയോ, ആരൊക്കെയോ തമിഴ് ബിഗ് ബോസിലൊക്കെ വന്നെന്ന് അറിയോ. പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല, മൈൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. തമിഴ് ബിഗ് ബോസ് സത്യം മൊത്തം കിടക്കുന്നതായിരുന്നു. തമിഴ് ബിഗ് ബോസ് ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീമാണ്, ഇവിടെ ബലൂണൊന്നും പറയല്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞ ടൈറ്റിൽ മാറ്റിയല്ലോ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതാക്കായിരുന്നു ടൈറ്റിലല്ലേ, ആഷ് റൊമാൻറ്റിക് ലുക്ക് എന്ന്. ഭയങ്കര എന്താ പറഞ്ഞൂടാ. സൗണ്ടിന് എന്തോ കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? സൗണ്ട് കുഴപ്പമുണ്ടോ? ചീത്ത വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ മൈക്കിന് എന്താ പ്രശ്നമുണ്ടെന്ന്. വിളിക്കുന്ന ഇല്ല ഉണ്ട്. ലിറ്റിൽ എൻമയർ കളിക്കട്ടെ, ഇന്ന് കളിക്കാം. ലിറ്റിൽ എൻമയർ എന്തായാലും ഇന്ന് കളിക്കാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഇവന്മാരെ ഇറങ്ങാൻ പോവാ. ഇവന്മാരെ പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് ഗെയിമൊക്കെ ഒന്ന് കളിക്കാൻ. ബാലൻ പോയി കേസ്, ബാലനും ബാലന് ഇന്നലെ ബാലനും ബോബും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പോലീസ് പിടിച്ചപ്പോ അവരെന്ത് കാണിക്കാനാണ് പറഞ്ഞേ? വണ്ടിയുടെ RC ലൈസൻസും RC ബുക്കും കാണിക്കാൻ പറഞ്ഞ്. ബാലൻ ബോധരഹിതരായതുകൊണ്ട് ലൈസൻസും പാസ്ബുക്കും കാണിച്ചു. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് പാസ്ബുക്കും SI കൊടുത്തു. പുള്ളി പറഞ്ഞു നീ ഒരു അരമണിക്കൂർ സ്റ്റേഷനിൽ ഇരുന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത്. 5 മിനിറ്റ് വിട്ടില്ല. പാസ്ബുക്ക് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും പോലീസുകാരെ കാണിക്കൂടാ ആരെങ്കിലും. പുള്ളിക്ക് പറഞ്ഞു സാർ എന്റെ കയ്യിലില്ല, വാട്സാപ്പിൽ ഞാൻ അയച്ചു തരാം ഡോക്യുമെന്റ് ആയിട്ട്. ഫുൾ A+ പറഞ്ഞ് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ബാങ്കിലെ പാസ്ബുക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. പുള്ളി ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പഴേ നീ വാ മോനെ എന്ന് പറഞ്ഞ് ജീപ്പ് കയറിക്കോന്ന് പറഞ്ഞ 45 മിനിറ്റ് സ്റ്റേഷനിൽ നിർത്തിയിട്ടാ വിട്ടത്. ദേവോട്ട് ഉറക്കുക. ബാല ലൈവാ? ലൈവൊക്കെ വന്നല്ലേ? ഉപദേശിച്ചതിന്റെ ഗുണങ്ങളുണ്ട്. അതെ ഇതെല്ലാം നമ്മള് ഉപദേശിച്ചിട്ടാണ് പയ്യനെ. മുണ്ട് പോക്കി കാണിച്ചു തന്നു ആര്? സപ്രഷൻ ഉണ്ട്. സപ്രഷൻ ഓൾറെഡി ഉണ്ടോ? അത് സപ്രഷൻ ഓഫ് ചെയ്താല് നിങ്ങൾക്ക് AC യുടെ സൗണ്ട് അടിക്കും. ഞാൻ നോയ്സ് സപ്രഷൻ ഓഫ് ചെയ്യട്ടെ, നിങ്ങൾക്ക് AC യുടെ സൗണ്ട് ഉണ്ടെന്ന് പറയുമോ? നോയ്സ് സപ്രഷൻ ഇപ്പൊ ഓഫ് ചെയ്ത് AC യുടെ സൗണ്ട് ഉണ്ടോ? എന്നാ ഇത് വിറ്റല്ലോ, PC വരെ കൊടുത്തല്ലേ. ഇതൊക്കെ കണ്ട ഗൈസ്, ഇതൊക്കെ താങ്ക് യു അണ്ണന്റെ വലിയ മനസ്സെന്ന് പറഞ്ഞ എന്റെ PC എടുത്ത് സ്റ്റോറി ഇട്ടേക്കുന്നു. എന്തൊക്കെ വർത്താനങ്ങളല്ലേ. എത്ര ഉപദേശിച്ചിട്ടും നന്നാവത്താനാണ് കെവിൻ. കണ്ട ആൾക്കാരുടെ അഭിപ്രായം കേക്കടാ. നീ എത്രാമത്തെ വട്ടമാണ് ആക്റ്റീവ് ആവെന്ന് പറയണത്? ഇനി തൊട്ട് ഞാൻ അങ്ങോട്ട് കാണും. പനിയൊക്കെ മാറി പിന്നെ എന്റെ എല്ലാ ബാധ്യതകളും എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പം ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ബാധ്യത? എന്തൊക്കെ വീട്ടുജോലി, അനിയനെ കുളിപ്പിച്ച് സ്കൂളിൽ വിടണം. നാണം ഉണ്ടോളാ പറയാൻ നിനക്ക്? മതിലേറ്റി കൊടുക്കണം, പണിഞ്ഞു കൊടുക്കണം. കാര്യം പറയാം, ഇവന്റെ ഇപ്പോഴത്തെ ഡിസയർ ഇല്ലേ, അതിന് 10,000 രൂപ കൊടുത്താൽ അതിലെ 2 കിട്ടും. ഇപ്പൊ മനസ്സിലായ ആ അവസ്ഥയിൽ ആ വണ്ടി. എന്നിട്ട് ആ വണ്ടി വെച്ച് ഒരു വീട്ടുകാരുടെ മതിലിടിച്ചിട്ടിട്ട് അത് 14,000 രൂപയ്ക്ക് പണിത് കൊടുക്കും. ആ മൊത്തം വണ്ടിക്ക് വില 14,000 രൂപ ഇല്ല. ആ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ കാണുന്നത്. ഞാൻ സ്വിഫ്റ്റ് ഡിസയറിനെ കുറ്റം പറയണതല്ല. ഈ അവസ്ഥയിലുള്ള സ്വിഫ്റ്റ് ഡിസയറിന് 14,000 രൂപയ്ക്ക് മേടിച്ചു തരാം. അമ്മാതിരി ഒരു വണ്ടി. അതില് പെയിന്റ് ഇല്ല, സ്ക്രാച്ച് ആണ് ഫുൾ. അത് ദൂരെ നോക്കുമ്പോൾ ലിവറി ആയിട്ട് തോന്നുന്നു, അടുത്ത് വരുമ്പോഴേ അറിയുള്ളൂ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഈ വണ്ടി പണിത് വീട്ടുകാർക്ക് മതിൽ പണിതുകൊണ്ടിരിക്കുന്ന ടൈം പീരീഡില് ഇവന്റെ വണ്ടിയുടെ പേര് സുന്ദരി എന്നാണ്. സുന്ദരിയെ വർക്ക്ഷോപ്പിൽ കയറ്റി. എന്നിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് ഇത് പണിതുകൊണ്ടിരിക്കുന്ന സെയിം ടൈമില് കൂട്ടുകാരന്റെ വണ്ടി എടുത്തോണ്ട് പോയി ഗവൺമെന്റിന്റെ ട്രാൻസ്ഫോമറും ഒരു പോസ്റ്റ് പിടിച്ചിട്ട് സൽമാൻ ഖാനെ പോലെ അകത്ത് കിടക്കാറ് മാന്നെ ഇടിച്ചിട്ട് ഇപ്പൊ ഇവന്റെ
ബാധ്യതയില് ഒരു ട്രാൻസ്ഫോമർ, ഒരു പോസ്റ്റ്, ഒരു വീടിന്റെ മതില് ഇതെല്ലാം കെട്ടിക്കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇന്നലെ ആശിനെ വിളിച്ചിട്ട് ഇവൻ ചോദിക്കുക, അളിയ നിന്റെ വണ്ടി ഒന്ന് തരും, ഒരു ട്രിപ്പ് ആ വണ്ടി ലോകത്താരില് കൊടുക്കൂടാ ഇവനൊക്കെ, ലോകത്താരില് കൊടുക്കും ഇവനൊക്കെ വണ്ടി. എന്നാൽ ഇനി BMW എനിക്ക് ഷോയിനൊക്കെ കൊണ്ടുപോകാൻ തരുന്നത് ഡ്രൈവർ ഞാനാണ്. തരാം സിറ്റി പോലുള്ളാത്ത ഇവനെയൊക്കെ എടുത്ത് കളയുന്നു. ആൾക്കാരുടെ അഭിപ്രായം എനിക്ക് കൺസിഡർ ചെയ്തേ പറ്റൂളേ. ഇല്ല, ഇനി നിങ്ങളെല്ലാം മാറ്റി പറയുന്നു. ചന്ദ്രന്റെ ലൈവ് അവിടെ എന്തോ വെട്ടുകുണ്ണെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, മറ്റേ കഴിഞ്ഞ ദിവസത്തെ പാട്ട് കേട്ടോ. അവന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അവൻ ലൈവ് ഒന്നും വന്നിട്ടില്ലല്ലോ. പറ്റിക്കുന്നതാണാ ചന്ദ്രന്റെ ലൈവ് കഴിഞ്ഞല്ലോ. ഫസ്റ്റ് ഡാൻസ് കളിക്കത്തില്ലേ, അതായിരിക്കും കഴിഞ്ഞ ദിവസം കണ്ട. ഇല്ല അതൊക്കെ കണ്ടാളോ, അതൊക്കെ കണ്ട കെവിനൊരു സോറി ഉമ്മരാനല്ല, കെവിനൊരു ഉമ്മരാണ്. പിരികു ആർട്ടിസ്റ്റ്. അതൊക്കെ ഒരു മിനിറ്റ്, ഞാൻ ഈ ഫേസ് ക്യാം ഒന്ന് ചെറുതായിക്കോട്ടെ. ഇതെന്തോ എന്തോ പുതിയ സ്കീം ഉണ്ട്. എടാ എനിക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണം. വെയിറ്റ്, ബാക്കിൽ കൂടെ ഒക്കെയാണ് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണേ. എന്റെ ബാക്കിൽ കൂടെ ലൈൻ വലിച്ചിട്ടിരിക്കുക. കെവിനെ പോലെ AC സൗണ്ട് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത് സപ്രഷൻ വേണോന്ന്. മനസ്സിലായി ഇപ്പൊ മനസ്സിലായ സപ്രഷൻ വേണോന്ന് പറഞ്ഞത്? ചില്ലറ കളിക്ക് പറയണാണോ വിചാരിച്ചേ? ഇതെന്തൊരു സൗണ്ട് ഒന്നുമില്ലേ? സൗണ്ട് ഒന്നും സ്ട്രീം സ്റ്റാർട്ട് കണ്ടായിരുന്നല്ലോ. സ്ട്രീം എൻഡിങ്. വാവ്, നൈസ്. സൗണ്ട് ഇല്ല അല്ലേലും എന്റെ സൗണ്ട് ഇല്ല, എനിക്ക് സൗണ്ട് ഇല്ല. നീയൊക്കെ ഇവിടെ എന്തെങ്കിലും മാറ്റിയിട്ടിട്ടുണ്ടോ? കൈ കൊണ്ട് തൊട്ടിട്ടില്ലല്ലോ. എനിക്ക് വേറെ ഏതെങ്കിലും എടുത്തിട്ട് സൗണ്ട് ഉണ്ടോ നോക്കട്ടെ. ഇവൻ സൗണ്ട് ഇല്ലാതെ ഇട്ടേക്കുവാണെന്നാ തോന്നുന്നേ. ജപ്പാൻ സൗണ്ട് ഉണ്ടല്ലോ. AC-യുടെ സൗണ്ട് ഇല്ലെന്നാണോ പറയണത്? നീ എല്ലാരും പറ്റിക്കല്ലേ ഇങ്ങനെ. നോക്കട്ടെ ഇതെന്താ സംഭവം നോക്കട്ടെ. ആൾക്കാർ സപ്രഷൻ ഓഫ് ആക്ക്. ഇവന്മാരെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂടാ? ഈ ഒരു തരത്തിൽ സമാധാനമില്ല. സപ്രഷൻ ഓഫ് ചെയ്ത് ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞ് ഓണാക്കാൻ പറയും. വന്നേ. ഞാൻ ഇത്രയും ലേറ്റ് ആയെന്താ അറിയോ? എന്താ? ഈ സാമാനം കാരണമാണ്. ഈ ഒരൊറ്റ സാധനം കാരണമാണ് ഞാൻ ലേറ്റ് ആയത്. എടാ ഞാനൊന്ന് തിരിച്ച് സ്വിച്ച് ബോർഡിൽ കൊടുത്തതേ ഉള്ളൂ, ഫ്യൂസ് അടക്കം അങ്ങ് പോയി വീടിന്റെ. എന്റെ വീട്ടിൽ നിന്ന് ഊരിക്കൊണ്ട് പോയതാ. ഈ ഇരിക്കുന്ന ഇതില്ലേ, ഇത് എന്റെ വീട്ടിൽ നിന്ന് ഊരിക്കൊണ്ട് പോയതാ. ഇവൻ സ്ക്രീനിൽ നിങ്ങളെ കൊടുത്ത സ്ക്രീനില്ലേ, അത് എന്റെ വീട്ടിൽ നിന്ന് ഊരിക്കൊണ്ട് പോയതാ. ഈ ഏകദേശം ഇവന്റെ ഒരു സ്ട്രീമിംഗ് സെറ്റപ്പിന്റെ ഒരു 90% എന്റെ വീട്ടിൽ നിന്ന് ഊരിക്കൊണ്ട് പോയതാ. അതിലാകെ ആ CPU എന്ന് പറയുന്ന സാധനം മാത്രം സ്നേഹ ഗിഫ്റ്റ് കൊടുത്തതാണ്. മനസ്സിലായ? ബാക്കി എല്ലാം എന്റെ വീട്ടിൽ നിന്ന് ഊരിയതാ. പറഞ്ഞ വിശ്വസിക്കുവോ? ഇല്ല, ഇത് പറഞ്ഞ നീ വിശ്വസിക്കുവോ? അതാ എന്റെ ചോദ്യം. ഇത് പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കുവോ? പറഞ്ഞ വിശ്വസിക്കുവാണല്ലോ. ചില്ലറ എടീ വാ, എന്ത് ഒത്താതെ ലൈറ്റൊക്കെ ഇട്ട് എന്തോ കാര്യമായിട്ടൊക്കെ പറയാതെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൈയൊക്കെ ഞൊട്ടത് ചെറിച്ചില് ചന്ദ്ര ഫിറ്റ് ആണെന്ന് സത്യമായിട്ടും. ഇതാണാ അത് ഞാൻ വെച്ച് കറണ്ട് പോയത്. കാരണം വീട്ടില് അതായത് മറ്റേ സാധാരണ ഇങ്ങനെ ഷോർട്ട് ആകുമ്പോഴത്തേക്ക് ഒരു റൂമില് മാത്രം കറണ്ട്. കണ്ട് അപ്പൊ ഇവന്മാരൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അണ്ണാ ഫൺ കളിച്ച് അവൻ എയർപോർട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ വെച്ചാലോ വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്യാൻ ചില്ല നമ്മൾ തുടങ്ങാൻ പോണതേ ഉള്ളൂ. ഇവന്മാരെ ഞാനൊന്ന് പറഞ്ഞിട്ടോട്ടെ.
അപ്പൊ ഇറങ്ങുമല്ലോ നീയൊക്കെ. ഞങ്ങൾ ഇറങ്ങാം. ബൈ ബൈ അപ്പൊ ബൈ 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 കാണാം. വെച്ചേരെ ബൈ ബൈ അണ്ണാ. ബൈ എല്ലാം എടുത്തിട്ടുണ്ട്. എന്റെ ഏതെങ്കിലും ഒരു സാധനം മിസ്സായ ഇപ്പൊ ഇതിന്റെ ഇടയിൽ കയറ്റി ആരറിയാൻ. അപ്പൊ പോയിട്ടോ കാണാം. ശരി. പോയിട്ടോ. ഓ മതി. ശരി മോനെ പോയിട്ടോ. ഇനി ഇപ്പോഴേക്കും വരല്ലേ. മതി. നാളെ ലൈവില്ല. അപ്പൊ ബായടാ പോയിട്ടോ. എത്ര മെസ്സേജ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാ എല്ലാവരും കേട്ടാ. ബൈ ബൈ. അമ്പത്തൊന്റെ വീട്ടിലോ? ആ ഓക്കെ. ശരി. ആ എല്ലാവർക്കും കൊടുത്തേക്കാം. സെക്കൻഡ് വക എല്ലാവർക്കും ഉമ്മേ. അതൊക്കെ കറക്റ്റ് അവിടെ തന്നെ വെക്കണേ. ഇവിടെ അതൊക്കെ ബാറ്ററി ആടാ. നീ അതൊന്നും എടുത്തോണ്ട് പോലെ. പക്ഷേ പോയിട്ടോ. 70 Pro Max ഇല്ല ഇവിടെ എടാ പോയിട്ട് നോക്കി പോണേ കേട്ടാ. എടുത്തിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടേക്കണേ. ഓക്കെ. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. ഇന്നലെ പയ്യന്മാരെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഗ്രില്ലൊക്കെ മമ്മി ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കി തന്നു വീട്ടിൽ. ഞങ്ങൾ ഗ്രില്ലൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുമായിരുന്നു. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. എന്താ കെയറിങ് ഒന്ന് സത്യമല്ലേ. എന്തൊരു കെയറിങ്. അയ്യോ ഞാൻ അതല്ല എത്തിയിട്ട് പറയണെന്ന് പറഞ്ഞാണോ. എടാ ഇവന്മാരൊക്കെ വീട്ടിൽ നിന്നൊക്കെ വിടുന്നതേ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഇവന്മാരൊക്കെ എത്തിയെന്ന് നോക്കേണ്ട കാര്യം ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്.